മൗനരാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂപ്പൻ്റെ വീട്ടിലെ കല്യാണി കയറിനിരിക്കുക കേട്ടോ. മൂപ്പനപ്പം പറയും വിഷജന്തുക്കൾ പോലും നമ്മളെ കാണുമ്പോൾ അകന്ന് പോയിക്കോളും. വിഷം തീണ്ടിയുള്ള മരണമൊക്കെ കാട്ടിൽ കുറവാണ്. അപ്പോൾ വേലു പറയുക അമല എവിടെ പോയി മാമി എന്ന് പറയുമ്പോൾ നമ്മുടെ വള്ളി ആകെ പരിങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പൻ പറയുവാണ് അവൾ അവിടെ എവിടെയെങ്കിലും കാണും. വേലു മനസ്സിൽ പറയാം അവനുമായിട്ട് കറങ്ങുമായിരിക്കും. അവന് ഇവരൊന്നും കണ്ടാൽ മതിയായിരുന്നു. ഗംഗപ്രസാദ് ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ ജനലപ്പുറം നിന്നിട്ട്. ഞാൻ ഇവിടെയുണ്ടെന്ന് അവർക്ക് മനസ്സിലായോ, അല്ലെങ്കിൽ അവരെന്തിനാ ഒരു കാരണം ഉണ്ടാക്കി ഇങ്ങോട്ടെത്തിയത്? അപ്പോൾ ചുക്ക് കാപ്പി കൊണ്ടിട്ട് നമ്മുടെ പള്ളി വന്ന് കല്യാണിക്ക് കിരൺ കൊടുക്കുക കേട്ടോ. രണ്ടുപേരും കുടിക്കുക. എന്നിട്ട് കിരൺ പറയും കൊള്ളാമെന്ന് പറയുന്നുണ്ട്. മൂപ്പൻ പറയാം ഇത്തവണ തണുപ്പിനേക്കാളും തണുത്ത കാറ്റ് കൂടുതലാണ്. ചില സമയത്ത് നമ്മെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്ന കാറ്റാ സാറേ ആഞ്ഞിടിച്ചുകൊണ്ടിരിക്കുന്നത്. വള്ളി പറയും ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ. അപ്പോൾ കല്യാണി പറയുക അതൊന്നും വേണ്ടമ്മേ എന്ന് പറയും. വള്ളി പറയാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്നല്ലേ, ഒന്നും തരാതെ ഞങ്ങൾ വിടില്ല എന്ന് പറയുവാണ്. വള്ളി അകത്തേക്ക് പോയി കേട്ടോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ വെയിലും അകത്ത് പോയിട്ട് തിരിച്ചു വരുവാണ്. അപ്പോൾ മൂപ്പൻ പറയുക തേൻ എടുത്തായിരുന്നോ മോനെ? വെയിലു പറയുക എടുത്തായിരുന്നോ, 4 കുപ്പി തേനോ ഉണ്ട് സാറേ എന്ന് പറയുക. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അത്രയും കിട്ടുമെന്ന് കരുതിയതല്ല, എന്തായാലും സാറിന് സാറമ്മയ്ക്ക് ഭാഗ്യമുണ്ട്. അവ കല്യാണി പറയും ഈ കാട്ടിൽ വരാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യമായിട്ട് കരുതുന്നു. കിരൺ പറയും ഞങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് ചോദിക്കുക ഈ കാടിനകത്ത് കൊടും ക്രിമിനൽ വന്നു പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞു. അവനെക്കുറിച്ച് അന്വേഷണം നടത്താൻ കൂടിയാണ് ഞങ്ങൾ വന്നത്. അവനെ അറിയില്ല എന്നാ വെയിലു പറഞ്ഞതെന്ന് പറയും. മൂപ്പൻ ഇവിടെ അങ്ങനെ ആരും വരാറില്ല മോനെ. നാട്ടിൽ നിന്ന് വന്ന് നെറികേട് കാണിക്കുന്നവർ ഈ കാട്ടിൽ അകത്ത് അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇതാണ് എൻ്റെ മോൾ അമലു. അപ്പോൾ അമലു അങ്ങോട്ട് അടുത്തേക്ക് വരുവാണ്. അപ്പോൾ കിരൺ പറയും ഇയാളെ എനിക്കറിയാം, കാട്ടിൽ മുൻപ് ഞാൻ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് ഇയാളെ കണ്ടതാണ്. അപ്പോൾ കല്യാണി പറയുക നല്ല ചന്തമുണ്ട് അമലുവിനെ കാണാൻ. കല്യാണി ചിരിക്കുന്നു. അമലുവിനാണ് അത്ര ഇത് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ. വേലു മനസ്സിൽ പറയുക ചന്തം കൂടിപ്പോയതാണ് കുഴപ്പമെന്ന് പറയാം. മൂപ്പൻ പറയും എനിക്ക് ആകെയുള്ളതൊരു മോളാ, പിന്നെ ആൺ സന്താനങ്ങൾ ഉണ്ടെങ്കിലേ പാരമ്പര്യം കാക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ ഇനി എൻ്റെ പാരമ്പര്യം കാക്കാനുള്ളത് ഇവനാണ്. ഉടനെ ഇവർ രണ്ടുപേരുടെയും വിവാഹം കഴിയുമെന്ന് പറയാം. അമലിന് അത് എത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. മൂപ്പൻ പറയാണ് സാറമ്മയ്ക്ക് എന്തൊക്കെയാണ് ഉച്ചഭക്ഷണം കൊടുക്കാൻ അമ്മ തയ്യാറാക്കുന്നുണ്ട് മോളെ, നീ ഒന്ന് ചെന്ന് സഹായിക്കുന്ന പറയാം. അമലു പറയും ശരി അപ്പാന്നും പറഞ്ഞിട്ട് അമലു അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ഗംഗയാണ്. ഗംഗ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുക കേട്ടോ. അമലും അങ്ങോട്ട് ചെല്ലുവാണ്. അവർ തേൻ വാങ്ങാനാണ് വന്നതെന്നാണ് പറഞ്ഞ. നമുക്കങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ, പറഞ്ഞു വിടുന്നതിന് പകരം ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അമ്മ വിടാമെന്നൊക്കെ പറയുന്നത്. വിനായകത്തിന് ഭയമുണ്ടോ? പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടും ഉണ്ടാവുമായിരിക്കും. കുറച്ച് സമയം കഴിഞ്ഞ് അവർ പോവുള്ളൂ. പിന്നെ വിനായകട്ടൻ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചിട്ട് പോകാനുള്ള ലക്ഷ്യമെങ്കിൽ അവർ കാട് വിട്ട് പോകില്ല. അമ്പുവില്ലുമൊക്കെ ലക്ഷ്യം തെറ്റാതെ ഉന്നാൻ അറിയാവുന്ന എനിക്കാണ്, അതുകൊണ്ട് പേടിക്കേണ്ട ധൈര്യമായിരിക്കും വിനായകട്ടാന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവൻ ഗംഗ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. അവന് കുറച്ച് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള അവസ്ഥയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് കപ്പയും സവാളയും മുളകും കറികളൊക്കെ ഇട്ട് നമ്മുടെ കല്യാണിക്ക് കിരണിനും വേണ്ടിയിട്ട് ഭക്ഷണം റെഡിയാക്കി ഒരു വാഴയിലിൽ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കല്യാണി പറയും വളരെ നന്നായിട്ടുണ്ട്, പ്രത്യേക രുചി, നമ്മളെപ്പോഴും കഴിക്കുന്ന പോലെയല്ല എന്ന് പറയാം. കിരൺ പറയും ഇവൾ നന്നായി പാചകം ചെയ്യും, അതുകൊണ്ട് ഇവൾ പറയുന്നത് പൂർണ്ണമായും വിശ്വസിക്കാം, ഒത്തിരി ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കഴിക്കാറില്ല എന്ന് പറയാം. കല്യാണിയും പറയാം അതേന്ന് പറയാം. വള്ളി പറയാം ഞങ്ങൾ ഇവിടെ ഭക്ഷണത്തിന് മായം ചേർക്കാറില്ല, നല്ലത് മാത്രമേ വിളമ്പാറുള്ളൂ. അപ്പോൾ വേലു പറയാം അതെ ഞങ്ങൾ കാടും ഇവിടുത്തെ മൂപ്പത്തിയൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ് കേട്ടോ കല്യാണി. പറയാം അതെ എന്ന് പറയാം. അപ്പോൾ കല്യാണി ഞങ്ങൾക്ക് കാട് ഇവിടെ മൂപ്പത്തി അമലിനും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയും. കിരണും പറയുകയാണ്. അപ്പോൾ ഇവർ കഴിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ ഈ സംസാരം നടക്കുന്നത്. പറയാം വേലായിരുന്നെയും ഇഷ്ടപ്പെട്ടു. മൂപ്പൻ പറയാം പുറത്തുനിന്ന് വരുന്ന സാറന്മാർക്ക് കാട്ടിൽ താമസിക്കാൻ വേറെ കെട്ടിടമുണ്ട് കാട്ടിൽ, അവിടെ വരുന്നവരോട് ഞങ്ങൾ ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറയാറുണ്ട്, അവർ വന്ന് കഴിക്കാറുമുണ്ട്. പിന്നെ ചിലർ വരുന്നത് വീര്യം കൂടിയത് കഴിക്കാനാണ്. അപ്പോൾ വേലു പറയുക കള്ളവാറ്റിൻ്റെ കാര്യമാട്ടോ മാമൻ പറയുന്നത്, ഞങ്ങൾ അങ്ങനെയും ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ, പഴങ്ങൾ വെച്ചിട്ട് വാറ്റും, അത് അത്ര ശുദ്ധമായ വാറ്റാണെന്ന് പറയാം. അപ്പോൾ കിരൺ പറയാം അത് ഞാൻ കഴിക്കാറില്ല എന്ന് പറയുവാണേ. ഔഷധ ഗുണമുള്ള സാധനങ്ങളാണ് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത്, അത് പല മരുന്നുകൾ കൂടി ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പം തന്നെ ആ വിനയൻ അതൊക്കെ സേവിച്ചിട്ടല്ലേ ശരിയായത് മൂപ്പൻ പറയുകയാണ് കേട്ടോ. പെട്ടെന്ന് എല്ലാവരും ഞെട്ടുവാണ്. കല്യാണി ചോദിക്കും വിനയനോ? അതാരാ? വള്ളി പറയാ പരിക്ക് പറ്റിയ ഒരു സാർ ഇവിടെ വന്നായിരുന്നു, അയാളുടെ കാര്യമാ അച്ഛൻ പറഞ്ഞേ.
അപ്പം മൂപ്പൻ പറയും അതെ നല്ല പരിക്കുണ്ടായിരുന്നു, ആൾ പെട്ടെന്ന് ഭേദമായിട്ട് പോയി. അപ്പോൾ കിരൺ ചോദിക്കുക എത്ര കാലം മുൻപാണ് ഈ വിനായകൻ ഇവിടെ വന്നത്? അപ്പോൾ അമല് പറയാം അതൊരു 1.5 വർഷം മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്. കിരൺ പറയാം അതാണോ? നാട്ടിൽ നിന്ന് ചില ക്രിമിനലുകളൊക്കെ കാട്ടിലേക്ക് വന്നു എന്നൊരു സംശയമുണ്ട്, അതുകൊണ്ടാണോ എന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയാം. മൂപ്പൻ പറയുകയാണ് അത്തരക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും സാറേ, കുറച്ചുകൂടി കഴിക്കുക, വിളമ്പി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇവരെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വള്ളി പറയും തേൻ വേണമെങ്കിൽ നേരത്തെ വിളിച്ചു പറഞ്ഞാൽ മതി സാറേ, എത്ര വേണമെങ്കിലും എത്തിച്ചു തരാം, പൈസയ്ക്കൊന്നും വില പേശത്തില്ല, അതുകൊണ്ട് ഇനി സാറിന് തന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കൂ എന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ മൂപ്പൻ പറയാം അവിടെ സ്ഥിരമായി കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സാറേ, അവർക്കും കൊടുക്കാതിരിക്കാതെ പറ്റില്ല സാറേ എന്ന് പറയാം. കല്യാണി പറയാം ഇവിടെ മലദൈവങ്ങളുടെ ഉത്സവം വരാറില്ലേ എന്ന് ചോദിക്കുകയാണ് കല്യാണി. അപ്പോൾ വള്ളി പറയും പിന്നെ ഈ വരുന്ന മീനമാസത്തിലെ ഭരണിയൂട്ട് ഉണ്ട്, അന്ന് ഞങ്ങളുടെ മലദൈവങ്ങളുടെയും കരികളുടെയും ഉത്സവമാണ്. കിരൺ പറയുകയാണ് അന്ന് ഉറപ്പായും ഞങ്ങൾ വരും, ഇതിനകത്ത് കെട്ടിടമുണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ ഞങ്ങൾ താമസിച്ചോളാം, നിങ്ങളുടെ ആഘോഷമൊക്കെ ഞങ്ങൾ കാണണമെന്ന് പറയുക. മൂപ്പൻ പറയാം അത് ഞങ്ങൾക്ക് സന്തോഷമല്ലേ സാറേ, അപ്പോൾ സാറും സാറമ്മയും തീർച്ചയായിട്ടും വരണം, ഞങ്ങളുടെ നാടൻ പാട്ട്, നാടോടി നൃത്തം അങ്ങനെയൊക്കെ ഉണ്ടാവും, പിന്നെ ഇവൻ്റെ വക കഥാപ്രസംഗവും ഉണ്ട്. അപ്പം കിരൺ പറയാം ആഹാ വേലു കഥാപ്രസംഗമൊക്കെ ചെയ്യുമോ? വള്ളി പറയാം അങ്ങനെ ചില അസുഖങ്ങളൊക്കെ ഉണ്ട് സാറേ ഇവന്, അമലു കഥാപ്രസംഗം പിന്നെ കോമാളിത്തരം എന്നൊക്കെ അവളിങ്ങനെ മനസ്സിൽ പറയുക. ആൾക്കാർ ചിരിക്കുന്നത് നല്ലതാണെന്നാണ് ഇവൻ്റെ വിചാരം, ഇവൻ്റെ കോമാളിത്തരം കണ്ടിട്ടാണെന്നൊക്കെ പറയുക. അപ്പോൾ വേലു ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട് സാറേ, ക്രിസ്മസിന് അന്ന് വലിയ പരിപാടിയാണ്, അന്ന് വരികയാണെങ്കിൽ ഇതിലും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാം, അവിടെ ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ ഉണ്ടെന്നൊക്കെ വേലു പറയും കേട്ടോ. വേലു പറയുമ്പോൾ ഇതൊരു ഭയങ്കര നാണത്തോടെയും സന്തോഷത്തോടെയൊക്കെയാണ് കേട്ടോ പറയുന്നത്. പക്ഷേ ഇതൊന്നും അമലുവിന് അത്ര പിടിക്കുന്നേ ഇല്ല. പിന്നെ കിരൺ പറയും ഈ ക്രിസ്മസ് അടുത്തുകൊണ്ട് നടക്കില്ല, അടുത്ത ക്രിസ്മസിന് ഉറപ്പായിട്ടും വരാം. അപ്പോൾ അമലു ഇങ്ങനെ പറയണേ മനസ്സിൽ പറയണം പാവം വിനായകേട്ടൻ ശ്വാസം അടക്കി പിടിച്ചിരിക്കുമായിരിക്കും, ഇവർക്ക് കഴിച്ചിട്ട് പൊക്കൂടി, സംസാരം കേട്ടാൽ പഞ്ചപാവങ്ങളാന്ന് തോന്നും, മനസ്സിൽ വിഷം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗംഗ അവിടെ നിൽപ്പുണ്ട്. ഗംഗ മനസ്സിൽ പറയാം കാട്ടുമൃഗങ്ങളും കാട്ടുപന്നികളും അല്ല മരിക്കേണ്ടത്, എൻ്റെ പിന്നാലെ എന്നെ തിരയുന്ന ഇവനും ഇവൻ്റെ ഭാര്യ ഇവരുടെ കുടുംബമാണ് മരിക്കേണ്ടത്. കാർത്തിക അവളുടെ അമ്മയും തേൻ കുടിച്ചാൽ എല്ലാവരും ഇതോടെ തീരും, പിന്നെ എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഗംഗ ഏതോ ഒരു കുപ്പിയിൽ നിന്ന് ഒരു സംഭവം എടുത്തിട്ട് അത് കൊടും വിഷമാണ്, ആരും പ്രതീക്ഷിക്കാതെ നടക്കും. ഗംഗ തേനിൽ അവനത് തേനെടുത്ത് വെച്ചിരുന്ന തേനെടുത്ത് വെച്ചിരുന്ന ഭാഗത്തേക്ക് പോകണം, അവൻ അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് അവൻ എന്നിട്ട് മനസ്സിൽ തന്നെ പറയണം കേട്ടോ, അവനോ അവൾ ഇത് ആദ്യം കഴിക്കട്ടെ എന്നൊക്കെ പറയുക. പിന്നെ കാണിക്കുന്ന ഗംഗ അമലുമായിട്ട് ഈ പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. അവർ വരുന്നതിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലും പോയി മാറി നിൽക്കാം, അയാളുടെ കൂടെ അയാളുടെ ഭാര്യ ഉണ്ടല്ലോ, സംസാരം ചിരിയും കണ്ടാൽ പാവങ്ങളത് തോന്നും എന്ന് പറയാം. അപ്പം ഗംഗ പറയാം അവർക്ക് കൊല്ലാൻ പിന്നെ അവർക്ക് വല്ല പന്നീനെ കൊല്ലാനുള്ളത് കൊടുത്ത് കൊല്ലണമെന്ന് പറയുമ്പോൾ ഗംഗ മനസ്സിൽ പറയാം അവർക്ക് കൊല്ലാനുള്ളത് തേനിൽ ഞാൻ കലർത്തിയിട്ടുണ്ട് മോളെ എന്ന് മനസ്സിൽ പറയുവാണ് കേട്ടോ. അമലു പറയാണ് കാര്യം നടന്നാൽ എന്തു പറയുന്ന ആൾക്കാരാണ്, പെട്ടെന്ന് കാര്യം നടക്കാൻ വേണ്ടി എന്തും പറയുന്ന ആൾക്കാരാണ്, പെട്ടെന്ന് അവർ കണ്ടുപിടിക്കില്ല, പിന്നെ നാട്ടിലേക്ക് പോകുമ്പോഴല്ലേ പ്രശ്നം. അപ്പം ഗംഗ പറയണ ട്രെയിൻ കയറി നമുക്ക് പോകാമെന്ന് കാണിക്കുകയാണ്. അമലു പറയുന്ന തമിഴ്നാട്ടിലേക്കല്ലേ പോവാം എന്നല്ലേ പറഞ്ഞത്, അങ്ങനെയാകുമ്പോൾ കാടിനകത്തൂടി നമുക്ക് സഞ്ചരിച്ചു പോകാം, ഞങ്ങൾക്ക് പിന്നെ അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നുമില്ല, കാടിനകത്തൂടി എത്ര നേരം വേണമെങ്കിലും സഞ്ചരിക്കാൻ പറയും. അവർ വന്ന സമയത്ത് വിനായകട്ടൻ പുറത്ത് നിൽക്കാതിരുന്നത് നന്നായി, എങ്ങാനും കണ്ടിരുന്നുവെങ്കിലോ എന്ന് പറയുവാണ് കേട്ടോ അമലു. ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കണേ കരോൾ വേഷത്തിൽ ഞാൻ തന്നെയാണോ ചെന്നതെന്ന് അവർക്ക് സംശയമുണ്ട്, മരിച്ചിട്ടില്ല എന്ന് അവർക്ക് ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഗോൾഡൻ ചാൻസ് ആണെന്ന് മിസ്സായത്. എന്തായാലും ഇതെന്തായാലും അടിപൊളി ഒരു ചാൻസാണ്, ഇതിലൊരു കൂട്ടമരണം ഉറപ്പാണ്, അപ്പോൾ ആ മരണത്തിന് സാക്ഷിയാവാം എന്നൊക്കെ പറയുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.